ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹദീസ് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മൗലികമായ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകൻ്റെ ചര്യ, അത് ഹദീസ്, സുന്നത്ത് എന്നൊക്കെ പറയാറുണ്ട്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമായി കൊണ്ട് സംസാരിച്ചിട്ടുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതത്തിൻ്റെ, ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമായി കൊണ്ട് പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സ്വഹാബികൾ ചെയ്യുമ്പോൾ, അവർ പ്രവർത്തിക്കുമ്പോൾ, അവർ പറയുമ്പോൾ നബി അംഗീകരിച്ചിട്ടുള്ള സംഗതികൾ, ഇതൊക്കെയാണ് പ്രവാചകൻ്റെ ചര്യ, ഹദീസ്, സുന്നത്ത് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള സ്വഹീഹായിട്ടുള്ള, സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഹദീസുകൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ പ്രമാണം എന്ന് പറയുന്നത് പ്രവാചകൻ്റെ സ്വഹീഹായിട്ടുള്ള തിരുചര്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ, നിരവധി സൂക്തങ്ങളിലൂടെ വളരെ കൃത്യമായി, വ്യക്തമായി കൊണ്ട് പ്രവാചകൻ്റെ ചര്യ മതത്തിൻ്റെ പ്രമാണമായിട്ട് നമ്മൾ സ്വീകരിക്കണമെന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, സൂറത്തുൻ നജ്മ്, അതിലെ 3-4 സൂക്തങ്ങൾ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മുഹമ്മദ് നബി ഇച്ഛപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ സംസാരിക്കുകയില്ല മതത്തിൻ്റെ കാര്യങ്ങൾ. ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അദ്ദേഹത്തിന് എന്താണോ ദിവ്യബോധനം നൽകപ്പെടുന്നത്, അതായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം സംസാരിക്കുക. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയാം. ഈ സൂക്തങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് വഹ്യ് അഥവാ ദിവ്യബോധനം, അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളിലേക്ക് കിട്ടുന്ന ആ പരിശുദ്ധമായിട്ടുള്ള ദിവ്യബോധനമുണ്ടല്ലോ, അത് 2 വിഭാഗമാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. മഹാനായിട്ടുള്ള ഇബ്നു ഹസം റഹിമഹുല്ല, അബൂ മുഹമ്മദ് അലി ഇബ്നു അഹ്മദ് ഇബ്നു ഹസം അൽ അൻദുലുസി അൽ ഖുർത്തുബി, ഹിജ്റ 456 വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ അൽ ഇഹ്കാം ഫി ഉസൂലിൽ അഹ്കാം എന്ന് പറയുന്ന കിതാബ്, ആ കിതാബിൽ രേഖപ്പെടുത്തുന്നു, ഫസഹലനാ ബിദാലിക അന്നൽ വഹ്യ യൻഖസിമു മിനല്ലാഹി അസ്സ വജല്ല ഇലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഖിസ്മൈൻ. ഈ സൂക്തങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കൊണ്ട് കിട്ടുന്ന ഒരു കാര്യം, അള്ളാഹുവിൽ നിന്ന് റസൂലിലേക്കുള്ള വഹ്യ് അത് അലാ ഖിസ്മൈൻ, 2 വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് 2 വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. അഹദുഹുമ, അതിലൊന്ന് വഹ്യുൻ മത്ലൂവുൻ മുഅല്ലഫുൻ തഗ്ലീഫൻ മുഅ്ജിസുൻ നിലാം. അതിലൊന്നാമത്തേതെന്താ? ഒന്നാമത്തെ വഹ്യ് പ്രതിഫലം ലഭ്യമാകുന്ന രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുന്നതും, അതുപോലെ തന്നെ വളരെ വ്യവസ്ഥാപിതമായിട്ട് അമാനുഷികമായിട്ടുള്ള ഒരു രചന, അതാണ് വഹുവൽ ഖുർആൻ, അതാണ് വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ. അതാണ് ഒന്നാമത്തെ വഹ്യ്. വഹ്യുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തത് പരിശുദ്ധ ഖുർആൻ. വസ്സാനി, രണ്ടാമത്തേതോ വഹ്യുൻ മർവിയുൻ മൻഖൂലുൻ
ഗൈറു മുഅല്ലഫിൻ വലാ മുഅ്ജിസുൻ ഇല്ലാം. രണ്ടാമത്തേത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഉദ്ധരിക്കപ്പെടുന്നതുമാണ്. അതിന് ഒരു മുഅ്ജിസത്ത് എന്നുള്ള ആ ഒരു ഘടന, ആ ഒരു ഭാവം ഇല്ല. അതേ അവസരത്തിൽ വലാ മത്ലൂഉൻ ലാകിന്നഹു മഖ്റൂഉൻ വഹുവൽ ഖബറുൽ വാരിദ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പറയുകയാണ്, അത് വലാ മത്ലൂഉൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ പ്രതിഫലം ലഭ്യമാകുന്ന രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒന്നല്ല. പക്ഷേ ലാകിന്നഹു മഖ്റൂഉൻ, അത് വായിക്കപ്പെടും, വായിക്കാൻ കഴിയും. വഹുവൽ ഖബറുൽ വാരിദ്, അതെന്താ? അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്നുള്ള അവിടുത്തെ ഹദീസുകളാകുന്നു, അവിടുത്തെ ചര്യകളാകുന്നു എന്നുള്ളതാണ്. അതിനെന്താണ് തെളിവ്? അദ്ദേഹം പറയാണ്, പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായത്തിലെ 44-ാമത്തെ സൂക്തം, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. വഅൻസൽനാ ഇലൈക الذിക്ർ, നബിയെ അങ്ങേക്കിതാ നാം ഉത്ബോധനം അവതരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാൻ, ആ ഉത്ബോധനം വിശുദ്ധ ഖുർആൻ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ജനങ്ങൾക്ക് അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് വ്യക്തമായി കൊടുക്കാൻ, വിശദീകരിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം, വിശദീകരണം, അതിൻ്റെ ബയാന്, അതാണ് പ്രവാചകൻ നിർവഹിക്കുന്നത്. ലിതുബയ്യിന ലിന്നാസ്, അങ്ങനെ വിശദീകരിക്കപ്പെട്ടതാണ്, ആ ബയാൻ ചെയ്യപ്പെട്ടതാണെന്ത്? പ്രവാചകന്റെ ചര്യ എന്ന് നമ്മൾ പറയുന്ന ഹദീസ് എന്ന് പറയുന്ന സഹീഹായ ഹദീസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. വഹ്യികൾ 2 എണ്ണമുണ്ട് എന്ന് ആ സൂക്തങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിൽ രണ്ടാമത്തേതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ. ആ ചര്യ, അത് ബയാൻ എന്ന് വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 44-ാം സൂക്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ ചില സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് വേദഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന് പുറമെ ചില സംഗതികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സൂറത്തു നിസാ 4-ാം അധ്യായം 113-ാമത്തെ സൂക്തം, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമ. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ്, നബി അങ്ങേക്ക് വിശുദ്ധ വേദഗ്രന്ഥം ഇതാ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. വൽ ഹിക്മ, ഹിക്മത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഹിക്മത്ത് എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസുകളെ കുറിച്ചാണ്. ഹദീസാകുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, നിനക്ക് അറിയാത്ത കാര്യം, അറിവില്ലാത്ത കാര്യം നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വകാന ഫളലുല്ലാഹി അലൈക അളീമ, നബിയെ അങ്ങേക്കുള്ള അള്ളാഹുവിൻ്റെ ഔദാര്യം അത് വമ്പിച്ചതാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സൂക്തത്തിൽ ഹിക്മത്ത് അല്ലാഹു തആല മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? അത് ഹദീസാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ വഹ്യ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹ്യ്, അതാണല്ലോ മതത്തിൻ്റെ പ്രമാണം. ആ മതത്തിൻ്റെ പ്രമാണത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഹദീസ് അഥവാ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ രണ്ടാമത്തേത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകനിൽ വിശ്വസിക്കാൻ പറയുന്നു. പ്രവാചകനിൽ ഈമാൻ ഉണ്ടാകണം എന്ന് ഖുർആൻ ആജ്ഞാപിക്കുന്നു. എന്താണ് പ്രവാചകനിൽ വിശ്വസിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു സൂക്തം, സൂറത്തുൽ അറാഫിലെ 158-ാമത്തെ വചനം, فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. فآمنوا بالله ورسوله, നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുക. അവൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൂതൻ. ആ ദൂതൻ എങ്ങനെയാ? അന്നബിയ്യുൽ ഉമ്മി, നിരക്ഷരനായിട്ടുള്ള പ്രവാചകൻ. നിരക്ഷരനായിട്ടുള്ള പ്രവാചകൻ. അല്ലദീ യുഅ്മിനു ബില്ലാഹി
വകലിമാത്തി, അവൻ ആ പ്രവാചകൻ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ വചനങ്ങളിലും വിശ്വസിക്കുന്നു. വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റുക, എന്നാൽ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കാം എന്നാണ്. അപ്പം ഈ ആയത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കാൻ പറയുന്നു. അതേ ആ പിന്നെ തുടർന്ന് പറയുന്നത് വറസൂലിഹിന, അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ റസൂലിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ചര്യ, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തികൾ, അവിടുത്തെ അംഗീകാരങ്ങൾ, അതാണ് അത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹിൻ്റെ റസൂലിൽ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പനയാകുന്ന അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അഥവാ സഹിഹായ ഹദീസ് അത് സ്വീകരിക്കണമെന്ന് ഖണ്ഡിതമായി കൊണ്ടാണ് ഇവിടെ ഈ സൂക്തത്തിലൂടെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, മുമ്പ് കഴിഞ്ഞിട്ടുള്ള അംബിയ മുർസലീങ്ങളുണ്ടല്ലോ, ദൈവദൂതന്മാരുണ്ടല്ലോ, ആ ദൂതന്മാരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, അവരിൽ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ് വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ് വലാകിന്ന അല്ലാഹ യജ്തബി മിർ റുസുലി മൻ യശാ ഫആമിനു ബില്ലാഹി വറുസുലി വഇൻ തുഅ്മിനു വതത്തഖൂ ഫലകും അജ്റുൻ അളീം. ഈ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം, ഫആമിനു ബില്ലാഹി വറുസുലി, അല്ലാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്ന സകല ദൂതന്മാരിലും. അപ്പം മുഹമ്മദ് നബിയിൽ വിശ്വാസം എന്നുള്ളത് മറ്റുള്ള ദൂതന്മാരെയും മറ്റുള്ള മുർസലീങ്ങളെയും ചേർത്തുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു വഇൻ തുഅ്മിനു വതത്തഖൂ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ ഫലക്കും അജ്റുൻ അളീം, നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. അപ്പം ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് മതപരമായിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എന്നുള്ള നിലക്ക് പഠിപ്പിച്ചിട്ടുള്ള സംഗതികൾ, അവിടുത്തെ അധ്യാപനങ്ങൾ, അവിടുത്തെ ചര്യകൾ, അവിടുത്തെ കൽപ്പനകൾ, അവിടുത്തെ വിരോധങ്ങൾ, അത് നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോഴാണ് നമുക്ക് ആ ഈമാൻ നമുക്ക് ഉണ്ടാവുക എന്ന് അറിയുക. എന്ന് മാത്രമല്ല, ഇവിടെ ഇത്തിബാ ചെയ്യാനും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ വളരെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരുപാട് റസൂലുകളിൽ വിശ്വസിക്കാൻ പറഞ്ഞല്ലോ, എന്നാൽ ഒരാൾ പിന്നെ റസൂലുകളിൽ വിശ്വസിച്ചു, പക്ഷേ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഈമാൻ പൂർണ്ണമാകോ? ഒരിക്കലും പൂർണ്ണമാകുകയില്ല. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൽ തന്നെ മുഴുവൻ റസൂലുകളിലും വിശ്വസിക്കണം. അപ്പോൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമേ അയാളുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ, ഇപ്പം ഈമാനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആയത്ത് നമ്മൾ പറയേണ്ടായി. ഇനി അള്ളാഹുവിന് ത്വാഅത്ത്, അള്ളാഹുവിനുള്ള അനുസരണം. കുൽ അതീഉല്ലാഹ വർ-റസൂല ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. സൂറത്ത് ആലി ഇംറാൻ 3-ാം അധ്യായം 32-ാമത്തെ സൂക്തം. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിനെ നിങ്ങൾ ത്വാഅത്ത് ചെയ്യുന്ന ആളുകളാവണം, അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകണം, അനുസരിക്കുവിൻ എന്നാണ്. പക്ഷേ അതേ സൂക്തത്തിൽ വർ-റസൂൽ, റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയാ റസൂലിനെ അനുസരിക്കുക? വിശ്വാസത്തെക്കുറിച്ച്, റസൂലിലെ ഈമാനെ കുറിച്ച് പറഞ്ഞതുപോലെ റസൂലിലെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ മതപരമായിട്ട് റസൂലുള്ള വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായിട്ട് എന്ത് പറഞ്ഞോ, എന്ത് പഠിപ്പിച്ചോ, എന്ത് ചെയ്ത് കാണിച്ചു തന്നോ, എന്ത് വിരോധിച്ചുവോ ആ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള ഘടനകൾ നമ്മൾ പരിശോധിച്ചാൽ അത്തിയുല്ലാ എന്ന് പറഞ്ഞിട്ട് വർ റസൂലി എന്നാ പ്രയോഗിച്ചുള്ളത്, വാവ് കൊണ്ട് ചേർത്തി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ വേറെ സൂക്തത്തിൽ നമുക്ക് കാണാം അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. ആ അത്തിയു എന്നുള്ള പദം ആവർത്തിച്ചുകൊണ്ട് തന്നെ
പിന്നെ റസൂലിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഖണ്ഡിതമായി കൊണ്ട് റസൂലിൻ്റെ ചര്യ അഥവാ ഹദീസുകൾ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ചര്യ അംഗീകരിക്കാത്തവൻ അവൻ്റെ ഈമാൻ പൂർണ്ണമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.